ഇന്ന് നമുക്ക് വേണ്ടി ഈ നൊവേന നടത്തി സന്ദേശം നൽകാൻ എത്തിയിരിക്കുന്ന അച്ഛനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രത്യേകം ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അച്ഛൻ സുപരിചിതനാണ്. 2018 മുതൽ 20 വരെ കാലങ്ങളിൽ ഇവിടെ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിച്ചുള്ള അച്ഛനാണ്. പിന്നീട് പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ളതും വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ളതും സന്ദേശം നൽകിയിട്ടുള്ളതുമാണ്. പക്ഷെ ഇന്ന് അച്ഛനെ ഒന്ന് പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ടതും പരിചയപ്പെടുത്തേണ്ടതും ഒരാവശ്യമാണ്. കാരണം 9-ാം തീയതി മുതൽ നമ്മുടെ അതിരൂപത ആസ്ഥാനത്ത് നടത്തിയ ധർമ്മ സമരത്തിൽ 21 അച്ഛന്മാരുടെ കൂടെ നമ്മുടെ ജെയിംസ് അച്ഛനും ഉണ്ടായിരുന്നു. മാത്രമല്ല, സഭാധികാരികളുടെ നീചമായ തീരുമാനങ്ങളുടെ ഫലമായി പോലീസിൻ്റെ അതിക്രൂരവും കിരാതവുമായ നടപടികൾക്ക് വിധേയമായവരുമാണ് അവർ. ഞാനതിൽ കുറേ നന്മയും കാണുന്നുണ്ട്. അങ്ങനെ അവർ സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച ഈ അതിരൂപത മൊത്തത്തിൽ ആഗ്രഹിച്ച 2 കാര്യങ്ങൾക്കെങ്കിലും ഉടനെ തീരുമാനമുണ്ടായത്. അതിരൂപതയുടെ ഇപ്പോഴത്തെ അപ്പോൾ ഉണ്ടായിരുന്ന ഭരണാധികാരികളുടെ മാറ്റവും അതിരൂപത ആസ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്ന ക്രിമിനൽ കുര്യയുടെ തിരോധാനവും. അതിന് 2നും തീരുമാനമുണ്ടായി. ഇവരുടെ ധർമ്മസമരത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് രാവിലെയാണ് അച്ഛൻ എറണാകുളം അതിരൂപത ആസ്ഥാനത്തുള്ള തുറന്ന ജയിലിൽ നിന്ന് മോചിതനായത്. ഇവിടെ വന്ന് ഈ നൊവേനയ്ക്ക് കാർമ്മികത്വം വഹിക്കാൻ അച്ഛന് സാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. വരാൻ അല്പം അസൗകര്യമുണ്ട് എന്ന് അച്ഛൻ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ആ ഒരു ഊഷ്മളത കൊണ്ട് അച്ഛൻ തന്നെ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി ഈ നൊവേനയ്ക്ക് കാർമ്മികത്വം വഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുക. അച്ഛന് ഞങ്ങൾ സ്വാഗതമല്ല, അഭിവാദ്യങ്ങളാണ് അച്ഛന് അർപ്പിക്കുക. നമുക്ക് ഭക്തിയോടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ധീരോദാത്തമായ സഹനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാൻ അച്ഛന്മാർക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. ഇത്രയും സ്നേഹം നിറഞ്ഞ കണ്ണമ്പുഴയച്ച, ഡോണച്ച, മറ്റു കൊച്ചന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, വീണ്ടും തിരുനാളിൻ്റെ നൊവേനകളിൽ ഒന്നിൽ ഈ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കാനും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അഭിസംബോധന ചെയ്യാനും ഈ തിരുനാളിൻ്റെ വൈബിൽ ഒരിക്കൽ കൂടി പങ്കുകൊള്ളാനും പറ്റുന്നത് കാഞ്ഞൂരിൽ നിന്ന് പോയിട്ടുള്ള ഏത് കൊച്ചന്മാർക്കും എത്ര കാലം കഴിഞ്ഞാലും അഭിമാനവും നൊസ്റ്റാൾജിയും തന്നെയാണ് അന്നും ഇന്നും. ഞാനും അങ്ങനെ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് വൈകുന്നേരം ജയിലിനകത്ത് കിടക്കുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്നതാണ് ഞങ്ങൾ 21 പേര് ഈ ദിവസങ്ങളിൽ. അതൊരു വലിയ ആഗ്രഹം കൂടിയായിരുന്നു. പക്ഷെ ജയിലിലെത്താൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ തുറവങ്കരയല്ലേ, ഗ്ലോബൽ ഫ്രണ്ട്സ് ഓഫ് തുറവങ്കര, അവന്മാരാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. കാരണം ഞാനിവിടെ ആയിരുന്ന സമയങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് ഇൻചാർജ് ഉണ്ടായിരുന്നതും തുറവങ്കരയാണ്. എനിക്ക് തുറവങ്കര എന്നെ മറക്കാൻ പറ്റില്ല. കാരണം 2018 വെള്ളപ്പൊക്കം കണ്ട മണ്ണാണ്. ആ സമയത്ത് തുറവങ്കരയും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ പള്ളിയും ഒക്കെ മുങ്ങി നിൽക്കുന്ന സമയത്ത്, ആ സമയത്തിന്റെ ഭീകരതയും അതിന്റെ ഓർമ്മകളും ഒക്കെ ഞാനും നിങ്ങളും മറക്കില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോസഫും ചാക്കോയും ഒക്കെ കൂടിയാണ് എന്നെ കാണാൻ വന്നത് ഈ പറഞ്ഞ ജയിലിൽ വെച്ചിട്ടാണ്, തുറന്ന ജയിലെന്ന് പറയാൻ പറ്റുന്ന സ്ഥലത്ത്. രാത്രി 1 മണിക്ക് 1:30 അവന്മാര് വരുന്നത്. ഞാനൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു. എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ജെയിംസ് അച്ഛാ വരില്ലേ? എൻ്റെ പൊന്നു മോഹനെ, എടാ നാളെ ഇനി ജയിലാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് ഞാൻ ചെയ്യാടാന്ന് പറഞ്ഞു. പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, വെടിക്കെട്ടിനേക്കാൾ വലിയൊരു വെടിക്കെട്ട് പ്രസംഗം പറയാനായിട്ട് അച്ഛൻ വരണം എന്ന് പറഞ്ഞു. വെടിക്കെട്ട് പോയിട്ട് എനിക്ക് പൊച്ചെടുക്കാനുള്ള ശബ്ദം പോലും ഇല്ലാണ്ടായിരിക്കുകയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ നടുവിനും അടിവയറ്റിലും ഈ സൈഡിലൊക്കെ നല്ല വേദനയുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലാത്തി കൊണ്ടും പോലീസിന്റെ കൈ കൊണ്ടും കുത്തു കിട്ടിയത്.
വലിച്ചുകൊണ്ട് പോയിട്ട് നിലത്തേക്ക് കരിങ്കലിന്റെ മുകളിലേക്ക് ഇടുന്ന അനുഭവം ഉണ്ടായത് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു മറ്റേതൊരു വർഷം ഇവിടെ വന്ന് ഞാൻ സെന്റ് സെബാസ്റ്റിനെ പറ്റി പ്രസംഗിക്കുന്നതിനേക്കാളും ഇന്ന് അച്ഛൻ പറഞ്ഞ പോലെ പോലീസിന്റെ പീഡനങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് സെന്റ് സെബാസ്റ്റിനെ പറ്റി പറയുമ്പോൾ മുൻപ് എന്നത്തേതിനേക്കാളും കൂടുതലും കുറച്ചും കൂടി ജീവിതഗന്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു. പീഡനങ്ങളിലൂടെ, വേദനകളിലൂടെ, നെരിപ്പോടുകളിലൂടെ കടന്നുപോയൊരു വിശുദ്ധനെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ന് ആ പീഡനങ്ങളുടെ ഒരു ചെറിയ അംശമെങ്കിലും നെഞ്ചിലും ശരീരത്തിലുമൊക്കെ അനുഭവിക്കാൻ പറ്റുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്, എത്രയോ വലിയ അനുഭവമാണ് എന്ന് കൂടി ചിന്തിക്കുകയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സെന്റ് സെബാസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. കാഞ്ഞൂരിന് എത്രയോ കാലമായിട്ടുള്ളൊരു വികാരവും ഒരു ചൈതന്യമൊക്കെയാണ്. അതിലാണ് എല്ലാ കൊല്ലവും നമ്മൾ സാധാരണ കാഞ്ഞൂരിലെ ജനങ്ങളെ പറ്റി പറയുന്നത്, ഒരു പെരുന്നാളിന് ശേഷം അടുത്ത പെരുന്നാളിനുള്ള കാത്തിരിപ്പാണ് ഒരു ശരാശരി കാഞ്ഞൂരുകാരന്റെ ജീവിതം എന്ന് പറയാറുണ്ട്. പോയവരും NRIകളും വിദേശത്തുള്ളവരും ഒക്കെ ആ സമയത്ത് എങ്ങനെയെങ്കിലും മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കും. ഇവിടെ നൊവേന കൂടാൻ ആഗ്രഹിക്കും. പകിട്ട് കാണിക്കുന്ന 2 വെടിക്കെട്ട് നടത്താൻ ആഗ്രഹിക്കും. ഈ തിരുനാളിന്റെ പ്രൗഢി ഉണർത്തുന്ന അതിന്റെ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കും. ഇത്തവണത്തെ തിരുനാൾ വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ മുസ്തഫയായിരിക്കും. ഒരുപക്ഷെ കാഞ്ഞൂരിന്റെ തെരുവീതികളിലൂടെ നമ്മൾ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ അതിനെല്ലാ കൊല്ലം അകമ്പടി സേവിക്കുന്ന മുസ്തഫയുടെ ശബ്ദം ഇക്കൊല്ലം നമ്മൾ മിസ് ചെയ്യും. ഇക്കൊല്ലത്ത് തിരുനാൾ നടത്തുന്നത് ചെറുപ്പക്കാരാണ്. അത് വലിയൊരു സന്തോഷമാണ്, വലിയൊരു പ്രതീക്ഷയാണ്. ഇനി വരാനിരിക്കുന്ന കാഞ്ഞൂരിന്റെ ഭാവി അവരുടെ കൈകളിലാണ്. അവരെ നടത്തുന്ന ഒരു തിരുനാളിന് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും, എല്ലാ വിജയവും ഇനിയും കാഞ്ഞൂരിനെ ഒരുപാട് ചൈതന്യത്തോടെ, ഗരിമയോടെ, അഭിമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഈ യുവജനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് റോബർട്ടിനും ജോസഫിനും ടീമിനൊക്കെ ഞാൻ എല്ലാ ആശംസകളും കൂടി നേരുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും ഇക്കൊല്ലം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ AD 255 തുടങ്ങി AD 288 തീർന്ന മരിച്ചുപോയ ഒരു വിശുദ്ധൻ ഇന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ അനിയനാണെന്ന് പറയാം. എനിക്ക് 34 വയസ്സുണ്ട്. പുള്ളി 33 പരിപാടി അവസാനിപ്പിച്ച് പോയി എന്നുള്ളതാണ്. ആ 33 വയസ്സ് പോലെ ജീവിച്ച വിശുദ്ധൻ ഇന്ന് 34 എത്തി നിൽക്കുന്ന എന്നെ നോക്കി ചിരിക്കുന്നുണ്ടാവാം. എടാ, ഞാൻ എന്ത് ജീവിച്ചു, നീ എവിടെ എത്തി എന്ന് എന്നോടും നിങ്ങളോടൊക്കെ പറയുന്നുണ്ടാവാം. സ്നേഹം നിറഞ്ഞവരെ, ഏതോ ഒരു കാലഘട്ടത്തിൽ, ഏതോ ഒരു നാട്ടിൽ നമുക്ക് അപരിചിതമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച ഒരു പുണ്യവാനെ കാലം ഇത്ര കഴിഞ്ഞ് ഈ 2025 നിന്നുകൊണ്ട് കാഞ്ഞൂരിടവക ഘോഷിക്കുമ്പോൾ, ഓർക്കുമ്പോൾ എന്താണ് അങ്ങനെ അബോണയിൽ ജനിച്ച വിശുദ്ധൻ ഇന്ന് ഈ കാഞ്ഞൂരിനോട്, നമ്മളോട്, ഈ മണ്ണിനോട് പറയുന്നത് എന്നെപ്പോഴും ചിന്തിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, കബീറിനെ പറ്റി, കവിയും തത്വചിന്തകനും ഒക്കെ ആയിരുന്ന ഭാരതത്തിലുണ്ടായിരുന്ന കബീറിനെ പറ്റിയുള്ള ഒരു കുഞ്ഞു കഥ ഇങ്ങനെയാണ് പറയുന്നത്. കബീർ മരിച്ചു. അദ്ദേഹത്തിന് അനുയായികൾ പലരും ഉണ്ട്. ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്, എല്ലാവരും ഉണ്ട്, സിഖുകാരും ഉണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അനുയായികൾ വന്നിട്ട് പറഞ്ഞു, കബീർ ഞങ്ങളുടെ ആളാണ്. കബീറിനെ മുസ്ലിം നിയമപ്രകാരം മണ്ണില് മറവ് ചെയ്യണം, അതിനെ ബോഡി വിട്ടുകിട്ടണം. ഹിന്ദുക്കൾ പറഞ്ഞു, കബീർ ഞങ്ങളുടെയാണ്. കബീറിനെ ഹൈന്ദവ ആചാരപ്രകാരം ചിതയിൽ വെത്തിച്ച് കത്തിക്കാനായിട്ട് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരണം. അങ്ങനെ വലിയൊരു സംഘർഷം നടക്കുകയാണ്. ഈ സംഘർഷത്തിനിടയിൽ അവരൊരു തീരുമാനമെടുത്തു, ഒരു കാര്യം ചെയ്യാം, കബീറിനെ 2ആയിട്ട് മുറിക്കാം. ഒരു ഭാഗം ചിതയിലേക്കും ഒരു ഭാഗം നമുക്ക് മണ്ണിലേക്കും എടുത്തു വയ്ക്കാം. അങ്ങനെ അവർ തർക്കിച്ചുകൊണ്ടിരുന്ന് അതിനുശേഷം അദ്ദേഹത്തെ മൂടിയിരുന്ന് തുണി മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ കബീറും ഇല്ല, കബീറിന്റെ ബോഡിയില്ല. അവിടെ ഏതാനും പൂക്കൾ മാത്രം. സ്നേഹം നിറഞ്ഞവരെ, ചില ജന്മങ്ങൾ ഇങ്ങനെയാണ്. അവശേഷിപ്പിക്കുന്നത് സൗരഭ്യം മാത്രമാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിൽ അവർ ജീവിച്ച ജീവിതം കൊണ്ട് പിന്നീട് വരുന്ന നാളുകളിലും സുഗന്ധം പെയ്യിക്കുന്ന ചില ജന്മങ്ങൾ. അത്തരത്തിലുള്ളൊരു വിശുദ്ധ ജീവിതത്തെയാണ്, വിശുദ്ധ സെബസ്ത്യാനോസിനെയാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തേ, നമുക്ക് പരിചിതമല്ലാത്ത മിലാൻ, നമുക്ക് പരിചിതമല്ലാത്ത റോമ, ആ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ, അയാൾ ഇന്ന് ഇത്ര കാലം കഴിഞ്ഞും ഈ കാഞ്ഞൂരിന്റെ തെരുവോരങ്ങളിൽ, നമ്മുടെ അങ്ങാടിയിലേക്കുള്ള പ്രദക്ഷിണങ്ങളിലൊക്കെ നമ്മൾ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തെ വീണ്ടും ആദരവോടെ കാണുന്ന ഹൈന്ദവ സമൂഹം ഇവിടെയുണ്ട്, ക്രൈസ്തവ സമൂഹം ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചു കഴിഞ്ഞിട്ടും തന്റെ ജീവിതത്തിന്റെ സുഗന്ധവും പേര് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഈ വിശുദ്ധൻ നമ്മളോട് പറയുന്ന ഏതാനും ചിന്തകളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ കഴിഞ്ഞ IFFK ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുക്കാൻ പോയി. അവിടെ ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു കുഞ്ഞു സിനിമയുണ്ട്, എ ഗേൾ വിത്ത് എ നീഡിൽ.
സൂചിയുമായിട്ടൊരു പെൺകുട്ടി. ഒരു ഡാനിഷ് സിനിമയാണ്. 1930കളിലും 40കളിലും ഒക്കെ നടന്ന, ഓസ്ട്രിയയിലും ഡെൻമാർക്കിലും ഒക്കെ നടന്ന ഒരു കഥയുടെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ചിത്രീകരണമാണ് ഈ സിനിമ. ആ കാലഘട്ടത്തിൽ യുദ്ധത്തിലേക്ക് ഭർത്താവ് എല്ലാവരും പോകും, മൂത്ത മക്കൾ പോകും. ഈ പോയ ഭർത്താവും മക്കളും തിരിച്ചു വരുമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ അയാൾ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ഒരു സ്ത്രീ വ്യവസായ വിപ്ലവമെല്ലാം കഴിഞ്ഞ സമയത്ത് വലിയ തുണിമില്ലുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ സൂചിയും തുന്നൽ യന്ത്രങ്ങളും ഒക്കെയായി അതിൽ നിന്നാണ് അവൾക്ക് അന്നം കിട്ടുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് അവിഹിതമായിട്ടൊരു ഗർഭമുണ്ടാകുന്നു. അങ്ങനെയുള്ള സമയത്ത് ഈ ഗർഭം എന്തു ചെയ്യും? ഈ ജനിക്കുന്ന കുഞ്ഞിനെ എന്തു ചെയ്യും? അവളൊരു തീരുമാനം എടുക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ, ഈ പട്ടിണിയിൽ, ഈ ദാരിദ്ര്യത്തിൽ ഈ കുഞ്ഞായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ അവള് താൻ തയ്ക്കുന്ന ഒരു വലിയ സൂചിയുമായി, കയ്യിലൊരു നീഡിലുമായിട്ട് പോവുകയാണ് ഈ കുഞ്ഞിനെ ഭ്രൂണത്തിൽ വെച്ച് തന്നെ കൊല്ലാനായിട്ട്. പക്ഷെ അവിചാരിതമായിട്ട് അവൾ മറ്റൊരു സ്ത്രീയെ പരിചയപ്പെടുന്നുണ്ട്. ആ സ്ത്രീ പറയുന്നുണ്ട്, നീ ഈ കുഞ്ഞിനെ കൊല്ലരുത്, നീ ഇവനോ ഇവൾക്കോ ജന്മം കൊടുക്കുക, ജന്മം കൊടുത്തിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരിക, ആ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം, അവളെ നോക്കുന്ന നല്ല മാതാപിതാക്കന്മാരെ കണ്ടെത്തി ഞാൻ കൊടുത്തോളാം, അതുകൊണ്ട് നീ കുഞ്ഞിനെ കൊല്ലരുത്. അവൾ ചിന്തിച്ചു, ദൈവമേ, ദൈവദൂതയെ പോലൊരു സ്ത്രീ. എത്രയോ കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോകാമായിരുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന മാലാഖയെ പോലൊരാൾ. അങ്ങനെ അവൾ ജന്മം നൽകുകയാണ്. ജന്മം നൽകി കഴിയുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ വീട്ടിലേക്ക് ഇല്ലുകയാണ്. ആ സ്ത്രീ ആദരവോടെ അവളെ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ ഇനി പേടിക്കണ്ട, ഈ കുഞ്ഞിന് അവളെ വളർത്താൻ പാങ്ങുള്ള, സമ്പത്തുള്ള, സാഹചര്യമുള്ള മാതാപിതാക്കൾക്ക്, എത്രയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളില്ലാതെ വളരുന്നു, അവർക്ക് ഞാൻ കൊടുക്കാം എന്ന് പറയുകയാണ്. ഇതുപോലെ പല കുഞ്ഞുങ്ങളെയും പേറിക്കൊണ്ട് പല സ്ത്രീകളും ആ നാട്ടില് ഈ സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെല്ലാം ഈ സ്ത്രീ സ്വീകരിക്കുന്നുണ്ട്. ഓരോ ദിവസവും പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും, ആ കുഞ്ഞിനെ കൊടുത്തു, നല്ല സ്പോൺസേഴ്സിനെ കിട്ടി, അവരിനി നല്ല ജീവിതം ഉണ്ടാകും, സമാധാനത്തിൽ ജീവിക്കുമെന്നൊക്കെ പറയുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, പക്ഷെ ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഞെട്ടിത്തിരിയിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീ സ്പോൺസേഴ്സിന് കൊടുക്കാനെന്ന് പറഞ്ഞ് പോയി കൊണ്ടുപോകുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഒരു ഒളിയിടത്തിൽ വെച്ച് കൊന്നുകളയുകയും പുഴയിലേക്ക് എറിഞ്ഞു തള്ളുകയുമായിരുന്നു ചെയ്തത്. ഒരു വലിയ സീരിയൽ കില്ലറിന്റെ കഥയായിരുന്നു, ചരിത്രത്തിൽ സംഭവിച്ചതാണ്. എത്രയോ കുഞ്ഞുങ്ങളുടെ ജീവന് കാരണക്കാരിയായ, കൊലപാതകത്തിന് കാരണക്കാരിയായ ഒരു സ്ത്രീ. സിനിമയുടെ അവസാനം നമുക്കൊരു ഞെട്ടലും തരിപ്പുമാണ്. ദൈവമേ, നമ്മൾ എത്രയോ മഹത്തായ സ്ത്രീ എന്ന് കരുതിയ, നമ്മളൊരു ദൈവദൂത എന്ന് കരുതിയ ഒരാൾ ഇത്ര കിരാതയായ ഒരാളായിരുന്നോ എന്നുള്ളൊരു വേദനയും ഒരു പൊള്ളലും നമുക്കുണ്ടാകുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, എന്താണ് ഈ സിനിമ ആത്യന്തികമായിട്ട് പറയുന്നത്? കാവലാളാകേണ്ടവർ തന്നെ, ഇടയരാകേണ്ടവർ തന്നെ, കാർന്നു തിന്നുന്ന സംരക്ഷകരാകേണ്ടവർ തന്നെ നമ്മളെ കൊന്നു തള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങളാണ് സമൂഹത്തിലും സഭയിലും നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഇടയന്മാരാകേണ്ടവർ, ജനത്തെ അരിമയോടെ ചേർത്ത് നിർത്തേണ്ടവർ, ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹിക്കേണ്ടവർ, അവർ തന്നെ അവരുടെ പ്രിയപ്പെട്ടവരെ തല്ലാൻ വിട്ടുകൊടുക്കുന്ന, പോലീസിന്റെ നരനായാട്ടിന് വിട്ടുകൊടുക്കുന്ന, ജയിലുകളിലേക്ക് തള്ളുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരെ വിശ്വസിക്കും? ആരാണ് നമ്മളുടെ ഇടയൻ? എന്താണ് യഥാർത്ഥ ഇടയ സങ്കല്പം? സ്നേഹമുള്ളവരെ, ഞാനത് മെത്രാന്മാരെയോ മെത്രാൻ സിനഡിനെയോ സഭയുടെ സംവിധാനങ്ങളെയോ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. ഇടയൻ എന്ന് പറയുന്നത് ആരാണ്? തൊപ്പിയും വടിയുമുള്ള ആള് മാത്രമാണോ? കാഞ്ഞൂർ ഫൊറോനപ്പള്ളിയുടെ വികാരിയെ മാത്രമാണോ? അല്ല. എന്റെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഓരോരുത്തരും ഇടയന്മാരാണ്. നമ്മുടെ വീടിന്റെ, നമ്മുടെ ജോലി സ്ഥലത്തിലെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ജനത്തിന്റെ കാവലാളാകേണ്ടവരാണ് നമ്മള്. ആ നമ്മള് യഥാർത്ഥത്തിൽ ഇടയരാകുന്നുണ്ടോ? അതോ നമ്മുടെ കൂടെയുള്ളവർക്ക് പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത വിധം അവരുടെ ജീവിതങ്ങളെ കാർന്നു തിന്നുന്ന മനുഷ്യരായിട്ട് ഞാനും നിങ്ങളും എപ്പോഴെങ്കിലും മാറുന്നുണ്ടോ? അവനവൻ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. സെന്റ് സെബാസ്റ്റിനെ ഓർക്കുമ്പോൾ ആ ജനതയ്ക്കും അന്നത്തെ ക്രിസ്ത്യാനികൾക്കും അയാൾ ഒരു ഇടയനായിരുന്നു, അയാളൊരു കാവലാളായിരുന്നു, അയാളൊരു സംരക്ഷകനായിരുന്നു. പട്ടാളക്കാരായ സംരക്ഷകനല്ല ഞാൻ പറയുന്നത്, കാര്യമായ യോദ്ധാവായിരുന്നു. പക്ഷേ മനുഷ്യരുടെ ജീവിതങ്ങളെ, അവരുടെ സങ്കടങ്ങളെ, അവരുടെ നിരാശകളെ ഒക്കെ മനസ്സിലാക്കാനും അതിനെ ചേർത്ത് പിടിക്കാനും പറ്റുന്ന ഒരു ഇടയ സങ്കല്പത്തിലേക്ക് വിശുദ്ധ സെബസ്ത്യാനോസ് വളർന്നിരുന്നു എന്നുള്ളതാണ്.
സ്നേഹം നിറഞ്ഞവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുൻപിലുള്ള വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഇടയ സങ്കല്പത്തെ നമ്മൾ ഉടച്ചു വാർക്കേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ട, കുറെ കൂടി മനുഷ്യത്വമുള്ള, കുറെ കൂടി സമഭാവനയുള്ള, കുറെ കൂടി ആർദ്രതയുള്ള നല്ല ഇടയന്മാരായിട്ട് എന്നാണ് ഇനി മാറുക? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഈ ചോദ്യത്തിന് ജീവിതം കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. അടുത്ത കാലത്ത് ഇപ്പോൾ സിനിമകളൊക്കെ വീണ്ടും റീമാസ്റ്ററിങ് ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പണ്ട് തിയേറ്ററിൽ ഓടിയപ്പോൾ പരാജയമായിരുന്ന, എന്നാൽ വീണ്ടും റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലേക്ക് വന്ന ഒരു കുഞ്ഞു സിനിമയുണ്ട്. അത് മോഹൻലാലിന്റെ ദൈവദൂതൻ എന്ന് പറയുന്ന സിനിമയാണ്. നമുക്കൊക്കെ കണ്ടിട്ടുണ്ട്. അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. ആ സിനിമയുടെ ഒരു ടാഗ് ലൈൻ ഇങ്ങനെയാണ്: സംവൺ വാണ്ട്സ് ടു സേ സംതിങ് ടു സംവൺ. ആരോ ഒരാളോട് എന്തോ പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ദൂതും പേറി വന്ന ജീവിതമാണെന്നാണ് പറയുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ എന്തു ദൂതാണ് അദ്ദേഹം തരുന്നത്? ഒരുപാട് അശരണർക്ക്, ഒരുപാട് ആലംബഹീനർക്ക്, ഒരുപാട് പകർച്ചവ്യാധിയിൽ പെട്ടുപോയ മനുഷ്യർക്ക്, നിരാശയിൽ പെട്ടുപോയ മനുഷ്യർക്ക് ഇന്നും അയാളൊരു പ്രതീക്ഷയാണ്. അയാളുടെ ജീവിതത്തിന്റെ ദൂതെന്ന് പറയുന്നത് പ്രതീക്ഷയാണ്, ക്രിസ്തുവിന്റെ സ്നേഹമാണ്. സ്നേഹം നിറഞ്ഞവരെ, എന്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം എന്തു ദൂതാണ് കൊടുക്കുന്നത് ലോകത്തിന്? നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീരുമ്പോ ആ തള്ള ഒടുങ്ങി, അവന്റെ അവസാനമായി എന്ന ആളുകൾ പറയുന്നതാണോ? നിങ്ങളുടെ ജീവിതം ഓർത്തിട്ട് അയാൾ എന്തൊരു മനുഷ്യനായിരുന്നല്ലേ, എന്തൊരു നന്മയുള്ള മനുഷ്യനായിരുന്നല്ലേ, എന്തൊരു സുഗന്ധമുള്ള ജീവിതമായിരുന്നല്ലേ എന്ന് നാലാള് നിങ്ങളെ കുഴിച്ചിടുമ്പോൾ നിങ്ങളെപ്പറ്റി ഓർക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദൂത്. ഇന്ന് ആ ദൂത് എന്താണെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ അറിയില്ല. നിങ്ങൾ ജീവിച്ച് തീരുമ്പോൾ നിങ്ങളെപ്പറ്റി അവസാനം ആളുകൾ പറയുന്നൊരു വാചകമുണ്ട്: ഒരു നെറിവുള്ള മനുഷ്യനായിരുന്നു, നന്മയുള്ള മനുഷ്യനായിരുന്നു, ഒരു കെട്ട മനുഷ്യനായിരുന്നു, ചത്താമതിയായിരുന്നു. എന്താണ് നമ്മളെപ്പറ്റി അവശേഷിപ്പിക്കുന്ന ദൂത്? സ്നേഹമുള്ളവരെ, അതൊരു നന്മയുടെ ദൂതായിരിക്കട്ടെ, അതൊരു സ്നേഹത്തിന്റെ ദൂതായിരിക്കട്ടെ, അതൊരു ആർദ്രതയുടെ ദൂതായിരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഞാനും നിങ്ങളും മരിക്കും. ഞാൻ എപ്പം മരിക്കും എന്നറിയാൻ പാടില്ല, നിങ്ങൾ എപ്പം മരിക്കും എന്നറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളൊക്കെ മരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ മരിക്കുന്ന സമയത്ത് നിന്റെ ജീവിതത്തിന്റെ ദൂത് ഒരു നന്മയുടെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, എന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സുന്ദര കാവ്യമായി നിന്റെ ജീവിതം മാറുമോ എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇന്നേ ഒരുങ്ങി തുടങ്ങുക എന്നുള്ളതാണ് ഈ വിശുദ്ധന്റെ ജീവിതം നമ്മളിൽ അവശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, സ്നേഹം നിറഞ്ഞവരെ, ഓടിത്തളരുമ്പോഴും വിശ്വസ്തത പാലിക്കാൻ പറ്റുക എന്നുള്ളതാണ്. മദർ തെരേസ പറയുന്നുണ്ട്, നീ വിജയിക്കുന്ന ക്രിസ്ത്യാനി ആകണമെന്നില്ല, മറിച്ച് നീ വിശ്വസ്തതയുള്ള ക്രിസ്ത്യാനിയായിട്ട് മാറുക. നീ പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നീ നേടുന്ന 20 മാർക്കാണെങ്കിൽ പോലും കോപ്പി അടിക്കാതെ നേരായ മാർഗത്തിലൂടെ വിശ്വസ്തതയിലൂടെ നീ നേടിയ മാർക്കാണെങ്കിൽ കുഞ്ഞെ, അതിന് വിലയുണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം. സ്നേഹം നിറഞ്ഞവരെ, ഓടിത്തളരുമ്പോഴും, ചോര വാർന്നു വീഴുമ്പോഴും, ഇനി എണീക്കാൻ ഇടമില്ലെന്ന് വരുമ്പോഴും, ജീവിതം ഭാരങ്ങൾ കൊണ്ട് തളർത്തുമ്പോഴും, കർത്താവ് ഇവിടെ വരെ ഓടി, ഇതുവരെ ഞാൻ വിശ്വസ്തനായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? സ്നേഹമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം 2 ഘട്ടങ്ങളായിട്ട് തിരിക്കാമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ പ്രതാപ കാലഘട്ടമാണ്. ഡയോക്ലീഷ്യസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൈന്യാധിപൻ, എല്ലാ പദവികളും എല്ലാ അധികാരങ്ങളും എല്ലാം ഉണ്ടായിരുന്ന തേജോമയമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒന്നിനും കുറവില്ല. സമുന്നതനായ ചെറുപ്പക്കാരൻ, ആരോഗ്യം, പദവി എല്ലാമുള്ള രാജാവിന്റെ പ്രിയങ്കരൻ. പക്ഷേ അതൊരു ദീർഘകാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാലഘട്ടം ഹ്രസ്വമാണ്. കാരണം തന്റെ വിശ്വാസം പരസ്യമായി ഏറ്റു പറഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം, ആ കാലഘട്ടം ചെറുതാണ്. അവിടെയാണ് അങ്ങേരുടെ ജീവിതത്തിന്റെ വിശ്വാസം മാറ്റുരയ്ക്കുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ കൂടെയുണ്ടെന്ന് പറഞ്ഞ ചക്രവർത്തി എതിരായി, റോമൻ സാമ്രാജ്യം എതിരായി. തന്റെ വിശ്വാസത്തിന് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് വെല്ലുവിളികളും വന്നു. ഹ്രസ്വമായ കാലഘട്ടം. പക്ഷെ സ്നേഹമുള്ളവരെ, അവിടെയാണ് ആ വിശുദ്ധന്റെ ജീവിതത്തിന്റെ വെളിച്ചവും തെളിച്ചവും നന്മയുമൊക്കെ നമ്മൾ കാണുന്നത്. വെല്ലുവിളികളെ പേടിക്കാത്ത ഒരു മനുഷ്യൻ. സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം, അമ്പെയ്ത് കൊന്നിട്ടും മരിച്ചില്ല.
ഊടുപാടം ഇപ്പോഴും കാണുമ്പോൾ ഈശോയുടെ കുരിശുരൂപത്തേക്കാൾ ചിലപ്പോൾ അമ്മച്ചിമാർക്ക് കരച്ചിൽ വരുന്നത് സെബസ്ത്യാനോസ് നോക്കുമ്പോഴാണ്. കാരണം ശരീരത്തിൽ ഒരു തരി സ്ഥലമില്ല അമ്പില്ലാത്തത്. ഊടുപാട് അമ്പാണ്, ഒഴുകുന്ന ചോരയാണ്. ഇത്രയും ഗതികെട്ടൊരു വിശുദ്ധൻ വേറെ ഉണ്ടാവും. ബാക്കി വിശുദ്ധന്മാരൊക്കെ ഗീവർഗീസൊക്കെ കുതിരപ്പുറത്ത് റോയൽ ആയിട്ടാണ് വരുന്നത്. എന്ത് രസമാണ് കാണാനായിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പുണ്യവാൻ മാത്രം അമ്പ് കൊണ്ട് ഊടുപാട് സരസയ്യ പോലെ കിടക്കാണ്, ചോര ഒഴുകാണ്. എന്തൊരു ദയനീയമായ കാഴ്ചയാണ്. പാവപ്പെട്ട സാധാരണക്കാരായ അമ്മച്ചിമാര് സെബസ്ത്യാനോസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കരച്ചിൽ വരും. ദൈവം സഹായിച്ച 6-7 അമ്പൊക്കെ ഉള്ളു ഇപ്പൊ ഈ സ്റ്റാച്ചുവില്. അങ്ങനെയൊന്നും ആയിരുന്നില്ല, ശരീരം മൊത്തം അമ്പായിരുന്നെന്നാ പറയുന്നത്. അപ്പൊ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധന്റെ അമ്പേറ്റ ഈ ജീവിതം നമ്മളോട് പറയുന്ന കാര്യങ്ങള് നമുക്ക് മറക്കാതിരിക്കാം. അത് ഏറ്റവും പ്രധാനമായിട്ട് ഈ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെ പോകുമ്പോൾ അതൊക്കെ രക്ഷാകരമാക്കി മാറ്റാൻ എനിക്ക് എങ്ങനെ സാധിക്കും? ഈ രണ്ടാമത്തെ കാലഘട്ടത്തിൽ അമ്പേറ്റിട്ടും മരിക്കാത്ത വിശുദ്ധൻ ആര് ചെയ്യും? സാധാരണഗതിയിൽ രക്ഷപ്പെട്ടു, തടി കഴിച്ചിലായി, എന്ത് ചെയ്യണം? ഉള്ളത് കൊണ്ട് സ്കൂട്ടാവാൻ നോക്കണം. ബാക്കി കിട്ടിയ ജീവിതം കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണം. ചക്രവർത്തിയുടെ കണ്ണീന്ന് ഓടിപ്പോകാൻ നോക്കണം. അതല്ലേ സാമാന്യം ബോധമുള്ള മനുഷ്യന്മാരൊക്കെ ചെയ്യണത്. ഇങ്ങനെ പൊട്ടനായിരുന്നു. ജീവൻ കിട്ടിയപ്പോ എണീറ്റ് നിൽക്കാമെന്നായപ്പോ ഇയാൾ ചെയ്ത ആദ്യത്തെ പരിപാടി എന്തെന്നറിയാമോ? നേരെ രാജാവിന്റെ തേര് വരുന്ന, കുതിര വരുന്ന രാജവീതിയിൽ പോയിട്ട് വട്ടം നിൽക്കാണ്. എന്നിട്ട് ചക്രവർത്തിയോട് പറയാണ്, ചക്രവർത്തി നീ ചെയ്യുന്നത് തെറ്റാണ്. വല്ല ആവശ്യമുണ്ടോ ഈ മനുഷ്യന്? ചക്രവർത്തി ഓർത്ത് ചത്ത മനുഷ്യൻ എണീറ്റ് വന്നതാണ് പ്രേതമാണെന്ന് വിചാരിച്ചു സെബസ്ത്യാനോസിന്റെ. പിന്നെ ഒരു അല്പനേരം കഴിഞ്ഞപ്പോഴാണ് വെളിവ് വീണ്ടും കിട്ടിയത്. ഇയാൾ ചത്തിട്ടില്ലായിരുന്നു. ചക്രവർത്തി വിളിച്ചു, ഗത കൊണ്ടടിക്കാൻ പറഞ്ഞു, തലക്കടിച്ചു, സ്പോട്ടിൽ തീരുമാനമായി. വല്ല ആവശ്യമുണ്ടാ? സ്നേഹം നിറഞ്ഞവരെ, ഈ രണ്ടാമത്തെ കാലഘട്ടത്തിൽ താൻ വിശ്വസിക്കുന്നതിന് തെറ്റാണെന്ന് തനിക്ക് ബോധ്യമുള്ള ഒരു കാര്യത്തെ തെറ്റാണെന്ന് വിളിച്ചു പറയാൻ, അത് ചക്രവർത്തിയാണോ രാജാവാണെന്ന് മുഖം നോക്കാതെ വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ധീരത, അദ്ദേഹത്തിന്റെ വിശുദ്ധി. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് വിശുദ്ധി പ്രിയപ്പെട്ടവരെ? തെറ്റ് തെറ്റാണെന്ന്, പുഴുക്കുത്താണെന്ന് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? മുഖം നോക്കാതെ രാജാവ് തുണിയുടുത്തിട്ടില്ലെന്ന് ആ കുഞ്ഞ് പറഞ്ഞതുപോലെ പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? അതോ ആളുകൾ എന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും, എന്റെ ഇമേജ് എന്താകും എന്ന് ചിന്തിക്കുന്നവരാണോ നമ്മള്? ഇന്നും ക്രിസ്തു ജീവിക്കുന്നത്, സ്നേഹം നിറഞ്ഞവരെ, നട്ടെല്ല് വളയ്ക്കാതെ, കുനിയാതെ, നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ, ക്രിസ്തുവിനെ തെളിച്ചത്തോടെ പറയാൻ പറ്റുന്ന, സത്യം സത്യമാണെന്ന് തുറന്നു പറയാൻ പറ്റുന്ന ആർജവമുള്ള മനുഷ്യരിലൂടെയാണ് ഇന്നും ക്രിസ്തു ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സഭയ്ക്ക് ഇന്നും നിലനിൽപ്പുണ്ട്, ഇന്നും പ്രതീക്ഷയുണ്ട്. എന്റെ സ്നേഹം നിറഞ്ഞ കാഞ്ഞൂക്കുകാരെ, എല്ലാ കൊല്ലവും നമ്മൾ വെട്ടിക്കെട്ട് നടത്തും. നമ്മൾ മഹത്തായ നമ്മുടെ പ്രൗഢിയുള്ള നമ്മുടെ പ്രദക്ഷിണം നടത്തും. എല്ലാ കൊല്ലവും നമ്മൾ ഒരു പരിപാടിക്കും കുറവ് വരുത്തത്തില്ല. വെടിക്കെട്ട് ഇത്തവണയും നടത്താൻ പറ്റത്തില്ല എന്റെ പ്രാർത്ഥന. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെയും സമൂഹത്തിന്റെയും മധ്യത്തില് സത്യത്തിന് വേണ്ടി നിങ്ങൾക്ക് നിലകൊള്ളാൻ പറ്റുമോ? ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ പറ്റുമോ? നിലപാടുകളിൽ വെള്ളം ചേർക്കാതിരിക്കാൻ പറ്റുമോ? എതിർപക്ഷത്ത് ആരാണെങ്കിലും അതൊന്നും പേടിക്കാതെ, നട്ടെല്ല് വളയ്ക്കാതെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുമോ? ഈ കാലഘട്ടത്തിലെ അഭിനവ രക്തസാക്ഷിത്വമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കുഞ്ഞു കാര്യങ്ങളാണ്. സത്യത്തെ ഭയക്കാതിരിക്കുക, ക്രിസ്തുവിനെ ഭയക്കാതിരിക്കുക, മടി കൂടാതെ, ചാബല്യങ്ങൾ കൂടാതെ നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറുക, നെറിവുള്ള മനുഷ്യരായിട്ട് മാറുക. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ വലിയ വിശുദ്ധി. വിശുദ്ധന്മാരാരും അപാരമായ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധരായവരല്ല. The better things in life are the little things we do for others. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളിലാണ് വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ മറ്റേ എല്ലാ ദിവസവും കുമ്പസാരിച്ച് കുർബാന ആയിക്കൊണ്ട് നനഞ്ഞ കോഴിനെ പോലെ കൈനെഞ്ചത്ത് വെച്ച് സുഹൃതജപവും പറഞ്ഞ് നടക്കുന്ന പരിപാടി അല്ല വിശുദ്ധി എന്ന് പറയുന്നത്. സാധാരണ ജീവിതങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ പറ്റുക വളരെ അസ്വസ്ഥമാണ്. വീട്ടിലെ പണി, അരി അടുപ്പത്തിടണം, കുഞ്ഞുങ്ങളെ പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് അയക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വീട്ടമ്മ തളർന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു സ്ത്രീ വരാണ്. നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാണ്. ആകെ തളർന്നിരിക്കുകയാണ്. സംസാരിക്കാൻ എനിക്ക് ഒട്ടും മൂടില്ല. എന്നാലും ഞാൻ അവളോട് സംസാരിച്ചു, അവളോട് വിശേഷങ്ങൾ ചോദിച്ചു. തിരിച്ചു വന്നപ്പോൾ എനിക്കൊന്ന് ഉറങ്ങണമെന്നുണ്ട്. പക്ഷെ ഞാൻ കൊന്തയെടുത്തിട്ട് ഒരു 2 രഹസ്യം ചെല്ലിത്തീർക്കാണ്. ഇത് കഴിഞ്ഞ് വന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കണമെന്നുണ്ട്. അപ്പോഴത്തേന് കുഞ്ഞുങ്ങൾ തിരിച്ചു വന്ന് അലമുറയിടാൻ തുടങ്ങി. ദേഷ്യപ്പെടണമെന്നുണ്ട് കുഞ്ഞുങ്ങളോട്. പോട്ടെ, സാരിയില്ല, പിള്ളേരെന്തറിഞ്ഞു എന്നറിഞ്ഞിട്ടൊന്ന് സമാധാനത്തോടെ സംയമനത്തോടെ ഇരിക്കുകയാണ്. അവരോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒരു ചെറു പുഞ്ചിരി കൊടുക്കുന്നുണ്ട്.
ഉറങ്ങാൻ നേരത്തെ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ജീവിതം? അയാളുടെ സങ്കടങ്ങൾ പറയുന്നത് മൊത്തം കേട്ടിരിക്കുന്നുണ്ട്, ശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധിയാണ്. ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധി കണ്ടെത്താൻ പറ്റുക. വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കുഞ്ഞു സാഹചര്യങ്ങളിലും സ്നേഹവായ്പോടെ, ആർദ്രതയോടെ, അനുകമ്പയോടെ മനുഷ്യരെ കേട്ടിരിക്കുക, മനുഷ്യരോടൊന്ന് സംസാരിക്കുക. എൻ്റെ വല്യമ്മേ സുഖാണോ? പെരുന്നാളൊക്കെ എവിടം വരെയായി? ആരോഗ്യം എങ്ങനെയുണ്ട്? കാലിന്റെ നീരൊക്കെ മാറിയോ എന്നൊന്ന് ചോദിക്കുക. ഒരു വലിയ തണുപ്പാണ് അതൊക്കെ. സ്നേഹമുള്ളവരെ, മനുഷ്യൻ മതിലുകൾ പണിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ മതിലുകളൊക്കെ വലുതാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മതിലുകളില്ലാതെ, അതിരുകളില്ലാതെ നിങ്ങൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ സീറോ മലബാർ എന്നോ ലത്തീൻ എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ പറ്റുമോ? ക്രിസ്തു ഒരു കാലത്തും പഠിപ്പിച്ചിട്ടില്ല നിങ്ങളൊക്കെ നല്ല മതസ്നേഹികളാകണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും വലിയ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നവരാണെന്ന് ഒരിക്കലും ക്രിസ്തു പറഞ്ഞിട്ടില്ല. നിങ്ങൾ ക്രിസ്തുമതത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എല്ലായിടത്തും പോയിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും നിരന്തരം ഖോ വിളികൾ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്തു ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിന്റെ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ സഹോദരൻ ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞിട്ടില്ല. ആ സഹോദരൻ നമ്മുടെ കുടുംബാംഗമാണോ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ കുടുംബ ട്രസ്റ്റിലെ ആളാണോ എന്ന് ചോദിച്ചിട്ടില്ല. നമ്മുടെ യൂണിറ്റിലെ ആളാണെന്ന് ചോദിച്ചിട്ടില്ല. നിന്റെ മുന്നിലേക്ക് വരുന്ന ഓരോരുത്തരെയും സഹോദരനായിട്ട് കാണാൻ പറ്റുമോ? ഇത് മാത്രമാണ് കണ്ടീഷൻ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിന്റെ സ്നേഹം ഇന്നത്തെ കാലഘട്ടത്തിലും ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും രക്തസാക്ഷികളെ വിശുദ്ധരായിട്ട് മാറും. അതിന് ഈ വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് വലിയ ഒരു ഓർമ്മപ്പെടുത്തലും വലിയൊരു പ്രചോദനവുമായിരിക്കട്ടെ. അടുത്ത കാലത്താണ് MT എന്ന് പറയുന്ന മഹാമേരു എഴുത്തിലെ മരിച്ചുപോയത്. അദ്ദേഹം പറയുന്ന ഒരു കുഞ്ഞു വാക്യം മാത്രം ഞാൻ അവശേഷിപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എവിടെയോ ഒരു മരുപ്പച്ചയുണ്ട്. എത്തുമെന്ന് ഉറപ്പില്ല, എങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. എത്തിയില്ലെങ്കിലും ആ യാത്ര വലിയ കാര്യമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കണം. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ആരും വിശുദ്ധരൊന്നും ആകത്തില്ല. ഓരോ ദിവസവുമുള്ള അനുദിന ജീവിതത്തിന്റെ കുഞ്ഞു യാത്രകളാണ്. നമ്മുടെ ക്ലേശങ്ങളും സങ്കടങ്ങളും കൊണ്ട് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ പിന്നിടാൻ പോവാണ്. ആ യാത്രയാണ് വിശുദ്ധി. യാത്രയുടെ ലക്ഷ്യമല്ല. ആ യാത്ര നിങ്ങൾ ഓരോ ദിവസവും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പറ്റാവുന്നത്ര ദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആ യാത്ര തന്നെയാണ്, ആ അധ്വാനം തന്നെയാണ്, ആ അനുദിന ജീവിതം തന്നെയാണ് നമ്മുടെ വിശുദ്ധി. സ്നേഹം നിറഞ്ഞവരെ, ഈ നല്ല തിരുനാളിൻ്റെ മംഗളങ്ങളും ചൈതന്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എത്ര കാലഘട്ടം കഴിഞ്ഞാലും നമ്മളൊക്കെ ആദരവോടെ സ്നേഹവായ്പോടെ ഓർക്കുന്ന ഈ സെന്റ് സെബാസ്റ്റ്യൻ നമ്മുടെ ജീവിതങ്ങൾക്കൊരു പ്രചോദനമായിട്ട് മാറട്ടെ. തന്നെ കൊന്ന അല്ലെങ്കിൽ തന്നെ മുറിവേൽപ്പിച്ച അമ്പാണ് ഇന്ന് നമ്മൾ ആ അമ്പാണ് എഴുന്നള്ളിച്ച ആദരവോടെ കൊണ്ടുപോകുന്നത്. നമ്മുടെ മുറിവുകളൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങളായിട്ട് മാറണം. നമുക്ക് ഏൽക്കുന്ന അമ്പുകളൊക്കെ നാളെ തിരിശേഷിപ്പുകളായിട്ട് മാറണം. സ്നേഹമുള്ളവരെ, വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും കടബാധ്യതയും എല്ലാമുള്ള ജീവിതങ്ങളാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമുക്ക് ഏൽക്കുന്ന പരിക്കുകൾ, നമുക്ക് ഏൽക്കുന്ന മുറിവുകൾ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, ഇതൊക്കെയും എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന തിരിശേഷിപ്പുകളായ അമ്പുകളാക്കി മാറ്റാൻ നിങ്ങളുടെ ജീവിതങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിശുദ്ധിന്റെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും, എല്ലാ പകിട്ടും, എല്ലാ ചൈതന്യവും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. കുറേയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, തൊണ്ടയ്ക്ക് അവധിയില്ല, നിൽക്കാനുള്ള ശേഷിയില്ല. എങ്കിലും ഇവിടെ വരാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. തിരുനാൾ ഒരു നല്ല ഓർമ്മയായിട്ട് മാറട്ടെ. ഈ തിരുനാളിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവർക്കും, ഇന്നത്തെ നൊവേന നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട തുറവങ്കരയിലെ യൂത്തന്മാർക്കും, ഈ തിരുനാൾ നടത്തുന്ന യുവജനങ്ങൾക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.